ഈ പ്രോഗ്രാമിൽ ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് പാനലിൽ വരുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സുജാത ചേച്ചിയായിട്ടും ശ്രീനിവാസൻ ചേട്ടനുമായിട്ടും ഫസ്റ്റ് ടൈമാണ് ഇരിക്കുന്നത്. ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ജഡ്ജായിട്ട്. സോ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഭയങ്കര ഒരു രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സാധാരണ കുട്ടികളുടെ പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും, കാരണം കുട്ടികളുടെ ഒരു പ്രായത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി പോകാറുണ്ട്. പിന്നെ ചിലർ ചോദിക്കും, കുട്ടികളോട് നിങ്ങൾ എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഒരു പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ആഗമൊക്കെ പറയണത്. അപ്പോൾ ഞാൻ പറയും, അത് കുട്ടികളോട് മാത്രമല്ല, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അതിലും പഠിക്കുന്ന കുട്ടികളും പഠിക്കുന്ന ആൾക്കാരും ഈ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി കോമൺ ആയിട്ടാണ്, എന്നാൽ നമ്മുടെ കുട്ടികൾക്കും പ്രയോജനപ്രദമായിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. അതെ അതെ അതെ, കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ജീവ ഒരു വണ്ടർഫുൾ ആങ്കറാണ്. അപ്പം ജീവയുടെ ഒന്ന് രണ്ട് ചിലത് റിപ്പീറ്റ് അടിച്ച് ഞാൻ ചില ഇൻസിഡൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്, നല്ല രസമാണ്. ഇവിടുത്തെ ഒരു വെറൈറ്റി, വേറൊരു രീതിയിൽ ഗംഭീരമാണ്. സോ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. സുജാത ചേച്ചി, ശ്രീനിവാസ് സാർ. സോ ഞാൻ ആക്ച്വലി സുജാത ചേച്ചിയുടെ ഫസ്റ്റ് ടൈമാണ് ഇരിക്കുന്നത്. ചിത്ര ചേച്ചിയുടെ അവിടെ തമിഴിൽ ഇരിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ സുജാത ചേച്ചിയായിട്ട് എനിക്കുള്ളൊരു കണക്ഷൻ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ചേച്ചിയുടെ മകള് ശ്വേത എൻ്റെ സ്വന്തം ശിഷ്യയാണ്. ഫ്രം ദി ബിഗിനിങ് തൊട്ട് ശ്വേത എൻ്റെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും കൂടെ ചേച്ചിയായിട്ടുണ്ട്. താങ്ക് യു. പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് കൊണ്ട് നമുക്കൊന്നും റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും എല്ലാ ഷോയും ഒരു വ്യത്യാസം ഉണ്ടാവും. കുറച്ച് കുട്ടികളെല്ലാം പുതിയതായിരിക്കും, കുറച്ച് കുട്ടികളെല്ലാം പല റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത കുട്ടികളും ഉണ്ടാവും. കാരണം അവർക്കും ഇതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ പറയട്ടെ, ഒരു പാട്ട് തന്നെ 100 പേര് പാടുന്നത് 100 രീതിയിലാണ്. അതേ ഒരു വ്യത്യാസമല്ലേ. ഒരേ പാട്ട് തന്നെ എത്രയോ വ്യത്യാസമായിട്ട് പാടുന്നു. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ വാതാപി ഗണപതി, ഓരോ ആൾക്കാരും പാടുന്നതിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു കർണാട്ടിക് കൂടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും സിംഗേഴ്സ് അത്രയും പാട്ടുകളുടെ പാടുന്ന അവരുടെ ആ വൈവിധ്യമായ അവരുടെ പ്രസൻറ്റേഷനാണ് ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും ഇത്രയും എപ്പോൾ കേട്ടാലും നിങ്ങൾക്കൊരു പുതുമ തോന്നും. അത് നമ്മൾ ഈ ലോകത്ത് ഒത്തിരി കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിലും എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ. ഞാൻ എല്ലാവരെയും നമ്മൾ ചേർന്ന് കണ്ടിരിക്കും. മറ്റേ ജപ്പാൻ, ചൈന അവിടെയൊക്കെയാണ് കുറച്ച് എല്ലാവരും കണ്ട ഒരുപോലെ ഉണ്ടെങ്കിൽ പോലും അവരിലും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ പാട്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതൊരു വെറൈറ്റിയാണ്. ഏജ് എനിക്ക് തോന്നുന്നു 14 വയസ്സ് വരെയാന്ന് തോന്നുന്നു. പാടാലോ. ഏത് പാട്ട്? ഏതെങ്കിലും 2 പേര് പാടിയാൽ മതി. അറിയാതെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. മതിയോ? ബാക്കി വേർഡ്സ് ഓർക്കുന്നില്ല.